നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ട് പദങ്ങളാണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ് നോക്കാം. ഇതൊരു സ്പ്രിംഗ് ആണ്. ഈ സ്പ്രിങ്ങിലേക്ക് നമ്മൾ ലോഡ് കൊടുക്കുകയാണ്. ഈ സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് നമ്മൾ ലോഡ് കൊടുത്തു. ലോഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു മാസാവാം. 50 ഗ്രാമോ 100 ഗ്രാമോ 200 ഗ്രാമോ ഒരു മാസാവാം. ഈ മാസം ഇവിടെ ഇടുന്നതോടുകൂടി ഈ സ്പ്രിങ് വലിയാനായിട്ട് സാധിക്കും. ഇനി നമ്മളത് റിമൂവ് ചെയ്താൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യും. ഒന്നും കൂടെ കാണിക്കാം. ലോഡ് കൊടുത്തു, ഇത്രയും അതിൻ്റെ ലെങ്ത്ത് കൂടി. വീണ്ടും ഒരു അല്പം ലോഡും കൂടെ കൊടുത്തു, അല്പം കൂടെ അത് കൂടി. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? ലോഡ് കൂടുന്നതിനനുസരിച്ച് എക്സ്റ്റൻഷനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് റിമൂവ് ചെയ്താലോ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും. ഇങ്ങനെ ലോഡ് കൊടുത്ത് എക്സ്റ്റൻഷൻ സംഭവിക്കുന്നതിന് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയും. അതായത് ഫോം മാറി. ഇതായിരുന്നു സ്പ്രിങ്ങിൻ്റെ ഫോം. നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു, അതായത് ഇതിൻ്റെ രൂപത്തിന് മാറ്റം സംഭവിച്ചു. അപ്പോൾ രൂപമാറ്റം സംഭവിക്കാനായി കൊടുക്കുന്ന ഫോഴ്സ്, അതിന് പറയുന്ന പേര് ഡീഫോമിംഗ് ഫോഴ്സ്. മനസ്സിലായോ? ആസ് ഡീഫോമിംഗ് ഫോഴ്സ് ഇൻക്രീസസ്, ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് സെറ്റിംഗ് അപ്പ് ഇൻസൈഡ് ദ ബോഡി ഓൾസോ ഇൻക്രീസസ്. അതെന്തായിരുന്നു? നമ്മൾ ഈ ഡീഫോമിംഗ് ഫോഴ്സ് ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ വലിയും, ശരിയല്ലേ? ഈ കൂടുതൽ വലിയും എന്ന് പറഞ്ഞാൽ ആ കൂടുതൽ വലിഞ്ഞത് തിരിച്ചതിൻ്റെ പൂർവ്വസ്ഥിതിയിലെത്താൻ അതിന് കൂടുതലായിട്ട് തിരിച്ചു മടങ്ങിയുള്ള ഫോഴ്സും വേണ്ടേ? അതായത് എത്രത്തോളം ശക്തിയിലാണോ ഞാൻ ഇതിനെ വലിക്കുന്നത് അത്രത്തോളം ശക്തിയിൽ തന്നെ സ്പ്രിങ് മടങ്ങിപ്പോവണ്ടേ? മടങ്ങിപ്പോകാൻ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നില്ലല്ലോ. സ്പ്രിങ് തന്നാലെയല്ലേ മടങ്ങിപ്പോകുന്നത്. ആ തന്നാലെയുള്ള മടങ്ങിപ്പോക്കിന് പറയുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ ഡീഫോമിംഗ് ഫോഴ്സ് നമ്മളാണ് കൊടുത്തത്, നമ്മളാണ് അതിൻ്റെ മുകളിൽ വെയിറ്റ് ഇട്ടത്, അത് നമ്മളാണ് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ റീസ്റ്റോറിംഗ് ഫോഴ്സ് സെറ്റപ്പ് ഇൻസൈഡ് ദ ബോഡി. റീസ്റ്റോറിംഗ് ഫോഴ്സ് വസ്തുവിൻ്റെ ഉള്ളിൽ സ്വയം ജനിക്കുന്നതാണ്. കാരണം ഡീഫോമിംഗ് ഫോഴ്സ് കൂടുമ്പോൾ ഇതിൻ്റെ ഫോം മാറുന്നു. ആ ഫോം തിരിച്ചു പിടിക്കേണ്ടത് സ്പ്രിങ്ങിൻ്റെ കടമയാണ്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലുണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സും ഡീഫോമിംഗ് ഫോഴ്സിനൊപ്പം കൂടുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഇല്ലേ? അപ്പോൾ റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഫസ്റ്റ് ഒബ്സർവ് ദാറ്റ് ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. ശരിയല്ലേ? നമ്മളിത് അവിടെ ഒന്നുകൂടെ റീപ്ലേ ചെയ്ത് നോക്കിയേ. അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. തിരിച്ചെത്തി. ഇനി നോക്കൂ, ആദ്യം ഒരിത്തിരി ഫോഴ്സ് ലോഡ് കൊടുത്തു, ഒരല്പം അത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി ഒരിത്തിരിയും കൂടെ ലോഡ് കൊടുത്തു, വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്തു. എന്താ അതിൻ്റെ അർത്ഥം? ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ നീളം കൂടുക, ഇലോങ്ങേറ്റ് ചെയ്യുക, ആയിരിക്കുന്നതിൽ നിന്ന് നീളം കൂടുക. ഇലോങ്ങേഷൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. ശരിയല്ലേ? ഒരു കട്ട ഇട്ടപ്പോൾ ഇലോങ്ങേഷൻ ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതൊരു കട്ടയും കൂടി ഇട്ടപ്പോൾ ഇലോങ്ങേഷൻ ഇവിടെ വരെ എത്തി. അതിൻ്റെ അർത്ഥം എന്താ? ഡീഫോമിംഗ് ഫോഴ്സ് കൂടിയപ്പോൾ ഇലോങ്ങേഷൻ കൂടി. അറ്റ് ഇക്വിലിബ്രിയം ഡീഫോമിംഗ് ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ്. അത് പൂർവ്വസ്ഥിതിയിലായി. നമ്മളിത് റിമൂവ് ചെയ്താൽ അത് പൂർവ്വസ്ഥിതിയിലായി, ശരിയല്ലേ? പൂർവ്വസ്ഥിതിയിലായപ്പോൾ ഡീഫോമിംഗ് ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും തുല്യമാകുമ്പോഴല്ലേ അത് പൂർവ്വസ്ഥിതിയിലെത്തുക. ആദ്യം ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ എത്തുന്നത് എപ്പോഴാ? ഡീഫോമിംഗ് ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും സെയിം ആകുമ്പോൾ. റിമൂവ് ചെയ്തു, പൂർവ്വസ്ഥിതിയിലെത്തി. സോ the restoring force per unit area is called stress. അപ്പോൾ ഫോഴ്സ് പെർ ഏരിയ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തിന് തുല്യമാണ്? ഡീഫോമിംഗ് ഫോഴ്സിന് തന്നെ തുല്യമാണ്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ദാറ്റ് അപ്പോൺ ഏരിയ, അതിന് പറയുന്ന പേരാണ് സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഡിഫൈനിങ് ഇക്വേഷനാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ യൂണിറ്റും ഡയമെൻഷൻ എങ്ങനെ എഴുതാം? ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ യൂണിറ്റ്, ശരിയല്ലേ? ഫോഴ്സ് ന്യൂട്ടണും ഏരിയ മീറ്റർ സ്ക്വയറും. ഡയമെൻഷൻ എങ്ങനെ എഴുതാം? ഫോഴ്സിൻ്റെ mL(T⁻²) മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമ്മൾ ഡയമെൻഷനിലൊക്കെ വിശദമായി പഠിച്ചതാണ്. mL(T⁻²). അതിന് അടിയിൽ ഒരു L² കൊണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മുകളിൽ L വരുമായിരുന്നു, അടിയിൽ L² വരുമായിരുന്നു. L² മേലെ പോകുമ്പോൾ മുകളിലുള്ള 1ഉം ചേർത്ത് L⁻⁻1. ബാക്കിയൊന്നും മാറ്റമില്ല. എമ്മിൻ്റെ പവറും മാറിയിട്ടില്ല, ടിയുടെ പവറും മാറിയിട്ടില്ല. എല്ലിൻ്റെ പവർ മാറി. എങ്ങനെ മാറി? മുകളിലുള്ള എല്ലും അടിയിലുള്ള L² കൂടെ ചേർത്ത് L⁻⁻1.
അപ്പോൾ എന്താണ് സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ? ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന വാക്കുകളാണ്. യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് സ്ട്രെസ് കിട്ടിയല്ലോ. നെക്സ്റ്റ് സ്ട്രെയിൻ. എന്താണ് സ്ട്രെയിൻ നമുക്ക് നോക്കാം. ഇത് ഒരു വയർ, ഇതൊരു വയറാണ്. ഇതിന് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഫോഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ കളർ വ്യത്യാസം, ഇതാണ് ഡെൽറ്റ എൽ. അതായത് എൽ ലെങ്ത് ഇവിടെ വരെയായിരുന്നു ആദ്യം നമ്മളുടെ വയറുണ്ടായിരുന്നത്. നമ്മൾ ഫോഴ്സ് കൊടുത്തപ്പോൾ അതിൻ്റെ ലെങ്ത് ഡെൽറ്റ എൽ കൂടി. നമ്മൾ നേരത്തെ പഠിച്ചു ഫോഴ്സ് പ്രൊഡ്യൂസസ് എക്സ്റ്റൻഷൻ. ഇതാണ് നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് കൊടുത്താൽ ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത്രയും ഇലോങ്ങേഷൻ സംഭവിച്ചു. അപ്പോൾ ദ ടെൻസൈൽ സ്ട്രെസ് ചേഞ്ചസ് ഇറ്റ് സ്ട്രെങ്ത്. ഈ സ്ട്രെസ്സിന് നമ്മൾ വേറൊരു പേര് പറയും, ലെങ്ത് ചേഞ്ച് ചെയ്ത സ്ട്രെസ് അഥവാ റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ, ടെൻസൈൽ സ്ട്രെസ്. ഇത് ഒരു വയറാണ്, അല്ലെങ്കിൽ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇനി ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുത്താൽ എങ്ങനെ വരും? ദ നോർമൽ സ്ട്രെസ് ചേഞ്ചസ് ഇറ്റ്സ് വോളിയം. എന്താ നോർമൽ സ്ട്രെസ് എന്ന് പറയാൻ കാരണം? ഇവിടെ ടെൻസൈൽ എന്ന് പറഞ്ഞാൽ ലോങ് ദ ടാൻജൻറ്റ്, അതിൻ്റെ ലെങ്ത് വൈസ് ആണ് നമ്മളിവിടെ ഫോഴ്സ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എല്ലാ ഡയറക്ഷനിലും നോർമലിയാണ്. നമ്മൾ ഒരു ബോക്സ്, ഒരു റബ്ബർ ബോക്സ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റബ്ബർ പന്താണെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ എല്ലാ സ്ഥലത്തു നിന്നും പ്രസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രതലത്തിന് പെർപെൻഡിക്കുലറായിട്ട് എല്ലാ ഭാഗത്തു നിന്നും ഫോഴ്സ് കൊടുക്കുന്നതിനാണ് നോർമൽ സ്ട്രെസ് എന്ന് പറയുക. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ഒരുപോലെ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ വോളിയത്തിനാണ് ചേഞ്ച് ഉണ്ടാവുന്നത്. ചേഞ്ചസ് ഇറ്റ്സ് വോളിയം. ഇവിടെ ചേഞ്ച് ലെങ്ത്തിനാണ് ഉണ്ടായത്, ഇവിടെ ചേഞ്ച് വോളിയത്തിനാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ കൊടുത്ത സ്ട്രെസ്സിൻ്റെ പേര് നോർമൽ സ്ട്രെസ്, ഇവിടെ കൊടുത്തത് ടെൻസൈൽ സ്ട്രെസ്. ഈ കേസിൽ എന്താ വരുന്നത് നമുക്ക് നോക്കാം. ടാൻജൻഷ്യൽ അഥവാ ഷിയറിംഗ് സ്ട്രെസ്. ഈ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോളണം. ടെൻസൈൽ സ്ട്രെസ്, നോർമൽ സ്ട്രെസ്, ടാൻജൻഷ്യൽ അഥവാ ഷിയറിംഗ് സ്ട്രെസ്. ഈ വാക്കുകളൊക്കെ പുതിയതാണെന്ന് എനിക്കറിയാം, എങ്കിലും അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ടാൻജൻഷ്യൽ, അപ്പോൾ ഫോഴ്സ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. മുകളിലെ സർഫസിന് ടാൻജൻഷ്യലായിട്ട് ഈ അടിഭാഗം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. നോക്കിക്കോളൂ, ഈ ലൈനൊന്നും യാതൊരു മാറ്റവുമില്ല. ഈ മുകളിലുള്ള ഈ എഡ്ജ് മാത്രമാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറുന്നത്. അപ്പോൾ ത്രൂ ആൻ ആംഗിൾ, ഇതിന് ആംഗിൾ ഓഫ് ഷിയർ എന്ന് പറയും. അപ്പോൾ ടാൻജൻഷ്യലായിട്ട് ഇതിൻ്റെ മുകളിലെ സർഫസ് മാത്രമാണ് തള്ളുന്നത്. അടി ഉറച്ചിരിക്കുകയാണ്, അത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഷേപ്പിനൊരു ചേഞ്ചാണ്. അതുകൊണ്ട് ഇറ്റ് ഡിസ്പ്ലേസസ് ആൻഡ് ചേഞ്ചസ് ഷേപ്പ്. അപ്പം 3 കാര്യങ്ങൾക്കാണ് മാറ്റം വന്നത്. ലെങ്ത്തിന് മാറ്റം വന്നു, വോളിയത്തിന് മാറ്റം വന്നു, ഷേപ്പിന് മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ 3 തരം സ്ട്രെസ്സും നമ്മൾ പരിചയപ്പെട്ടു, 3 തരം സ്ട്രെയിനും നമ്മൾ പരിചയപ്പെട്ടു. അതുകൊണ്ട് തന്നെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നുള്ളത് 3 തരം നമ്മൾ കണ്ടെത്തി. എന്തൊക്കെയാണ്? ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഓഫ് എ ബോഡി ടു ഒറിജിനൽ ഡയമെൻഷൻ ഇസ് കോൾഡ് സ്ട്രെയിൻ. ലെങ്ത് ആവട്ടെ, വോളിയം ആവട്ടെ, ഷേപ്പ് ആവട്ടെ, വന്ന ചേഞ്ച് ടു ഒറിജിനൽ. ഒറിജിനൽ എന്ന് പറയുന്നത് ഒറിജിനൽ ഡയമെൻഷൻ, ചേഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയ ഡയമെൻഷൻ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയും. ടെൻസൈൽ സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ റേഷ്യോ. ഡെൽറ്റ എൽ ബൈ എല്ലിന് ലോഞ്ചിറ്റ്യൂഡിനൽ അഥവാ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയും. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയത്തിന് വോളിയം സ്ട്രെയിൻ എന്ന് പറയും. അതുപോലെ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ആംഗിൾ ഓഫ് ഷിയർ ആണ്. ഇതിൻ്റെ ടാൻ വാല്യൂ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇവിടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സും ഒറിജിനൽ അതിൻ്റെ സർഫസിൻ്റെ ലെങ്ത്ത് എല്ലുമാണ്. അപ്പോൾ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ടാൻ തീറ്റ വളരെ വളരെ ചെറിയ സ്ട്രെയിനാണിത്. അതുകൊണ്ട് തന്നെ തീറ്റ വളരെ ചെറുതായതിനാൽ ടാൻ തീറ്റയെ നമ്മൾ തീറ്റ എന്ന് എഴുതുന്നു. ടാൻ തീറ്റയുടെ വാല്യൂ, തീറ്റ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആർക്കാണ് ഡെൽറ്റ എക്സ്, റേഡിയസ് എല്ലാണ്. അപ്പോൾ തീറ്റ എക്സ് ബൈ എൽ എന്ന് പറയുന്നു. അപ്പോൾ സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ് ഓർ ഡയമെൻഷൻ. എന്തുകൊണ്ടാണ് സ്ട്രെയിൻ യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്തത്? നമുക്കറിയാം അതിൻ്റെ വാല്യൂസ് ലെങ്ത്തും മീറ്റർ ആൻഡ് മീറ്റർ ക്യാൻസൽസ്, വോളിയം മീറ്റർ ക്യൂബ് ആൻഡ് മീറ്റർ ക്യൂബ് ക്യാൻസൽസ്, മീറ്റർ ആൻഡ് മീറ്റർ ക്യാൻസൽസ്. അപ്പോൾ അതുകൊണ്ട്
പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ് ഓർ ഡയമെൻഷൻ. അതേസമയം സ്ട്രെസ്സിന് യൂണിറ്റുമുണ്ട് ഡയമെൻഷനുമുണ്ട്. രണ്ട് വാക്കുകളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്.